കിങ്കിണീജാല കോലാഹലാഢ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം സൂര്യാദി ഗുരുപര്യന്നുള്ള ഗ്രഹങ്ങളുടെ പൂർണ്ണഫലത്തെ പറയപ്പെട്ടതിനു ശേഷം ശുക്രന്റെ ലഗ്നാദി ദ്വാദശ ഭാവങ്ങളിലുള്ള ഫലവിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൽ തന്നെ രണ്ടാം ഭാവം വരെ ശുക്രൻ നിന്നാൽ അനുഭവിക്കേണ്ട ഫലത്തെക്കുറിച്ച് പ്രതിപാദിച്ചു. ഇന്ന് നമുക്ക് പറയേണ്ടത് മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെക്കുറിച്ചാണ്. ആയതിനെ നമുക്കൊന്ന് പരിശോധിക്കാം. രതിസ്ത്രീജനേ തസ്യ നോ ബന്ധുനാശോ ഗുരുർയസ്യ ദുശ്ചിത്കഗോദാനവാനം ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യോപി സേനാ പതിഃ കാതരോ ദാനസംഗ്രാമകാലേ. നുടിച്ചെല്ലാം. രതി സ്ത്രീജനേ തസ്യ നോ ബന്ധുനാശോ ഗുരുർയസ്യ ദുശ്ചിത്കഗോദാനവാനാം ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യോപി സേനാപതിഃ കാതരോ ദാനസംഗ്രാമകാലേ. രതി സ്ത്രീജനേ തസ്യ നോ ബന്ധുനാശോ ഗുരുർയസ്യ ദുശ്ചിത്കഗോദാനവാനാം ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യോപി സേനാപതിഃ കാതരോ ദാനസംഗ്രാമകാലേ എന്നാണ് പ്രമാണം. യസ്യ ദുശ്ചിത്കഗോ ദാനവാനാം ഗുരു ദാനവാനാം ഗുരു. ദാനവഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനവന്മാരുടെ ഗുരു, അസുരന്മാരുടെ ഗുരു എന്നർത്ഥം. അസുരന്മാരുടെ ഗുരു എന്ന് പറഞ്ഞാൽ ശുക്രൻ അസുരഗുരുവും വ്യാഴം ദേവഗുരുവുമാണ്. യാതൊരു വ്യക്തിയുടെ ദുശ്ചിത്കമായ ഭാവത്തിൽ ദാനവന്മാരുടെ ഗുരു നിൽക്കുന്നു എങ്കിൽ എന്നർത്ഥം. ദുശ്ചിത്കം എന്ന് പറഞ്ഞാൽ മൂന്നാം ഭാവം. ദുശ്ചിത്കം സഹജം തപസ്സ നവമം ത്രാദ്യ ത്രികോണാഞ്ചതൽ എന്ന് ഹോരയിൽ പറയപ്പെട്ടിട്ടുണ്ട്. മൂന്നാം ഭാവത്തിനെയാണ് ദുശ്ചിത്കം എന്ന് പറയാം. അപ്പൊ ആരുടെ ജാതകപ്രകാരമാണോ മൂന്നാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് അവരുടെ ഫലമാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. രതിസ്ത്രീജനേ തസ്യ നോ തസ്യ സ്ത്രീജനേ രതി നോ. സ്ത്രീജനങ്ങളിൽ രതി ഉണ്ടാകുകയില്ല. സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ താല്പര്യമില്ലാത്തതായ പ്രകൃതം കാണിക്കുന്ന ലക്ഷണവും സ്ത്രീകൾക്ക് ദേഹവുമായി ബന്ധപ്പെട്ട് രതിക്രീഡാദികളിൽ താല്പര്യം ജനിക്കാത്തതായ അവസ്ഥ ഉണ്ടാകുകയോ ചെയ്യും. ബന്ധുനാശോ
ബന്ധുക്കൾക്ക് നാശം സംഭവിക്കും. തന്നെ വളരെയധികം സഹായിക്കാൻ ബാധ്യതപ്പെട്ടതായ ബന്ധുജനങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയോ അല്ലെങ്കിൽ സഹായിക്കേണ്ടതായ വ്യക്തികൾക്ക് നാശം സംഭവിക്കുകയോ ചെയ്യും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ വരി ഗുരുർയസ്യദുശ്ചിത്കഗോദാനവാനം, അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ വരി ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യോപി, പുത്രസൗഖ്യത്തിങ്കൽ ന പൂർണ്ണോ ഭവേത്, പുത്രസൗഖ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണത കൈവരുന്നില്ല. അപൂർണമായ അവസ്ഥ സന്താന വിഷയത്തെക്കുറിച്ച് ഉണ്ടാകും എന്ന് അർത്ഥം. അഥവാ സന്താനങ്ങളുമായുള്ള അടുപ്പത്തിന് ഒരു പൂർണ്ണത ലഭിക്കാത്ത അവസ്ഥയും പ്രകടമാകും. പലതരത്തിലുള്ളതായ മനപ്രയാസങ്ങളും സന്താനങ്ങൾ കാരണം വന്നേക്കാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കണം. സോദരാരാധിക ശുക്ര ശോകരോഗ ഭയപ്രദ എന്നും പറയുന്നുണ്ട്. 3ലും 6ലും നിൽക്കുന്നതായ ശുക്രൻ ശോകത്തെയും രോഗത്തെയും ഭയത്തെയും ഉണ്ടാക്കുമെന്ന് ആചാര്യൻ പറയുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ വരി. ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യോപി, പുത്രസൗഖ്യത്തിങ്കൽ ന പൂർണ്ണോ ഭവേത്, പൂർണ്ണനായി ഭവിക്കുന്നില്ല എന്ന് അർത്ഥം. അടുത്ത വരിയുടെ ആദ്യത്തെ 2 അക്ഷരം മുകളിലത്തെ ശ്ലോകത്തിലാണ് ഉള്ളത്. അപ്പോ സേനാപതി എന്നുള്ളത് ഒറ്റ വാക്കായിട്ടാണ് ചൊല്ലുമ്പോൾ ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യോപി സേനാ പതിക്കാതരോ എന്ന് പതിന്ന് വേറെയാണ് ചെല്ലാൻ കഴിയുക. അത് വൃത്തത്തിന്റെ ലക്ഷണവുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെ വരുന്നതാണ്. പക്ഷെ വാക്യം സേനാപതി എന്നാണ്. സേനാപതി കാതരോ ദാനസംഗ്രാമകാലേ, ദാനസംഗ്രാമകാലത്തിങ്കൽ കാതരനായി ഭവിക്കും എന്നാണ് പറഞ്ഞത്. സേനാപതിയാണെങ്കിലും സംഗ്രാമം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. യുദ്ധത്തിൽ ഭയപ്പെട്ട് ഓടി ഒളിക്കുക എന്നൊക്കെ ഉണ്ടാവുന്ന അർത്ഥമാണ് കാതരോപി എന്നുള്ളതിന്റെ അർത്ഥം. മാറി നിൽക്കുക, യുദ്ധ മുഖത്ത് ശത്രുക്കളെ നേരിടേണ്ട അവസരത്തിൽ ഭയം കൊണ്ടോ മറ്റ് വ്യാകുലതകളെ കൊണ്ടോ ധൈര്യമില്ലാതെ മാറിയിരിക്കുന്നതായ അവസ്ഥയും, ദാനകാലത്തിങ്കൽ കാതരനായി ഭവിക്കുന്ന അവസ്ഥയും ഉണ്ടാവും. ദാനകാലത്തിങ്കൽ കാതരനായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ ലുബ്ധത കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടോ വേണ്ടും പ്രകാരം ദാനം ചെയ്യാതെ വിട്ടിരിക്കുന്നതായ പ്രകൃതവും 3ൽ ശുക്രൻ വന്നാൽ അനുഭവിക്കേണ്ടതായി വരും. നമുക്ക് ആ വിഷയത്തെ ഒന്ന് സംഗ്രഹിച്ച് പറയാം. രതിസ്ത്രീജനേ തസ്യ നോ ബന്ധുനാശ ഗുരുര്യസ്യ ദുശ്ചിത്കഗോദാനവാനാം ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യോപി സേനാ പ്രതികാതരോ ദാനസംഗ്രാമകാലേ. ദാനവന്മാരുടെ ഗുരു യാമനൊരുത്തന് ദുശ്ചിത്കനാകുന്നു എങ്കിൽ അവന് സ്ത്രീജനത്തിങ്കൽ രതി ഭവിക്കുന്നില്ല, ബന്ധുനാശം ഭവിക്കുകയും ചെയ്യും. അവൻ പുത്രസൗഖ്യത്തിങ്കൽ പൂർണ്ണനായി ഭവിക്കുന്നില്ല. സേനാപതിയാണെങ്കിലും ദാന സംഗ്രാമകാലത്തിങ്കൽ കാതരനായി ഭവിക്കും. ശുക്രൻ
ഒരുവന്റെ ജനന സമയത്തിങ്കൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിൽ അവന് സ്ത്രീജനങ്ങളിൽ പ്രീതി ഉണ്ടാകുന്നതല്ല. ബന്ധുക്കൾ നശിക്കുകയും ചെയ്യും. പുത്രന്മാരെ കൊണ്ടുള്ള സൗഖ്യവും പൂർണ്ണമായി ഉണ്ടാകുകയില്ല. സേനാപതിയായിരുന്നാൽ കൂടി യുദ്ധകാലത്തിങ്കൽ ഭയപ്പെട്ട് പിന്നോക്കം പോകുന്നവനാകുന്നു. അതുപോലെ ദാനസമയത്തിങ്കൽ ലോഭനിമിത്തം വേണ്ടതുപോലെ ദാനങ്ങൾ ചെയ്യാതെ പിന്മാറുന്ന അവസ്ഥയും ഉണ്ടാകും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 4-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ പ്രതിപാദിക്കാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.